ഹലോ എവരി വൺ, എജൂമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോകോണ്ടും അതുപോലെ തന്നെ ഐസോകോണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ആൾസോ അതിനകത്ത് തന്നെ ഇൻക്രീസ് റിട്ടേൺസ് ടു ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ, അതിനകത്ത് ഇൻക്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആൻഡ് ഡിഗ്രീസ് റിട്ടേൺസ് ടു സ്കെയിൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇല്ലേ. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യം പഠിക്കാനുള്ളത് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്ന ഒന്നാണ്. ഐസോ കോണ്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഇനി ഐസോ കോസ്റ്റിനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ബിഫോർ ഡിസൈഡിങ് പ്രൊഡക്ഷൻ ലെവൽ എ ഫേം മസ്റ്റ് കൺസിഡർ ഇറ്റ്സ് ബജറ്റ് കൺസ്ട്രെയിൻസ്. അതായത് ഏതൊരു ഫേം ആണെങ്കിലും ഇപ്പം നമ്മൾ പറഞ്ഞു അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ക്യാപിറ്റലും ലേബറും ഇതൊക്കെ വെച്ചിട്ട് അവരുടെ പ്രൊഡക്ഷൻ എല്ലാം നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവർ വെറുതെ ചുമ്മാ അങ്ങ് പ്രൊഡക്ഷൻ ചെയ്യുകയാണ് ചെയ്യുക? ഒരിക്കലും അല്ല. ആ ഫേം എന്ത് ചെയ്യും, അവരുടെ ഒരു എക്സ്പെൻസ്, അവർക്ക് ചെലവാക്കാൻ പറ്റുന്ന എക്സ്പെൻസിന്റെ ഒരു ബജറ്റ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലേ. ഒരു സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ ആ ഒരു പ്രൊഡ്യൂസർക്ക് ചെലവാക്കാൻ പറ്റുന്ന ഒരു ബജറ്റ് ഉണ്ട്. ഇപ്പം നമ്മള് നമുക്ക് പറയാം, ആ ഒരു പ്രൊഡ്യൂസർക്ക് ചെലവാക്കാൻ പറ്റുന്ന ഒരു ബജറ്റ് ലിമിറ്റ് ഉണ്ട് ഇല്ല. അയാൾക്ക് എത്ര ക്യാപിറ്റലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 100 കോടി എന്നൊരു ടാർഗറ്റ്, 100 കോടിയാണ് അവർ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 10 കോടിയാണ് ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ടാർഗറ്റാണ്. ആ 10 കോടിയെ അയാൾക്ക് പൊട്ടൻഷ്യൽ ഉള്ളൂ. ആ 10ന്റെ മേലേക്കുള്ള ഈ 10 കോടിന്റെ ഉള്ളിൽ നിൽക്കുന്ന ക്യാപിറ്റൽ ആൻഡ് ലേബർ ആണ് ഇയാൾക്ക് ചെലവാക്കാൻ പറ്റുക. മനസ്സിലായോ? ഇവരുടെ സാലറിയും അതുപോലെ ക്യാപിറ്റലിന്റെ കാര്യങ്ങളെല്ലാം ഈ 10 ക്രോറിനുള്ളിൽ നിൽക്കണം. ഇതെന്താണ്, ഒരു ബജറ്റ് സെറ്റ് ചെയ്ത് വെച്ചു. ഈ ബജറ്റിന്റെ അപ്പുറത്തോക്കുള്ള പൊട്ടൻഷ്യൽ ആർക്കില്ല, ഈ ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന്റെ ആ പ്രൊഡക്ഷൻ ലെവൽ തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞ ഐസോ കോണ്ടിനകത്തുള്ള എന്താണ്, ഡിഫറെന്റ് ലെവലാണ്. നമ്മുടെ ഇൻപുട്ടിന്റെ ഡിഫറെന്റ് ലെവലാണ് ഐസോ കോണ്ടിനകത്തുള്ളത്. അങ്ങനെ ഐസോ കോണ്ടിനകത്തുള്ള ഏത് ലെവലിലുള്ള പ്രൊഡക്ഷൻ ആണ് ഇപ്പം ഐസോകോണ്ട് മാപ്പിനകത്തുള്ള എന്താണ്, ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഈ പ്രൊഡക്ഷൻ ലെവലുകളാണുള്ളത്. അതായത് ക്യാപിറ്റലിന്റെയും ലേബറിന്റെയും വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസുകളാണുള്ളത്. അതിനകത്തുള്ള ഏറ്റവും ഹയസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അയാൾക്ക് ഏറ്റവും കൂടുതൽ ഔട്ട്പുട്ട് തരുന്നതായിരിക്കും ഹയസ്റ്റ് കോമ്പിനേഷനിൽ ഐസോകോണ്ട് എന്ന് പറയുന്നത്. പക്ഷേ അത് അയാളെ കൊണ്ട് ചിലപ്പോൾ വില്ലിങ് ആവണമെന്നില്ല. കാരണം ഇയാൾക്കൊരു ബജറ്റ് ഉണ്ടാവും, ഒരു ഇൻകം ഉണ്ടാവും, അതല്ലെങ്കിൽ ഇൻകല്ല, ഒരു കോസ്റ്റ് ഉണ്ടാവും. അയാൾക്ക് ചെലവാക്കാൻ പറ്റുന്നതിന്റെ ഒരു കോസ്റ്റ് ഉണ്ടാവും, അതല്ലെങ്കിൽ ഒരു ബജറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിന്റെ മേലോട്ടുള്ള ഐസോകോണ്ടുകളെ ഒന്നും ആർക്ക് സെലക്ട് ചെയ്യാൻ കഴിയൂല, ഈ പ്രൊഡ്യൂസർക്ക് പറ്റൂല. അപ്പൊ ആ പ്രൊഡ്യൂസർക്ക് എപ്പോഴും അയാളുടെ താല്പര്യം എന്തായിരിക്കും, ഏറ്റവും ഹയസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവുക എന്നുള്ളതായിരിക്കും. പക്ഷേ കോസ്റ്റ് എന്ന് പറയുന്ന, ചെലവെന്ന് പറയുന്ന ഒരു സാധനം ഇയാളുടെ ഈ കോമ്പിനേഷൻസുകളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം ഏതൊരു പ്രൊഡ്യൂസറും ആദ്യം തന്നെ എന്ത് ചെയ്യും, ഒരു ബജറ്റ് സെറ്റ് ലെവൽ ചെയ്യും. അങ്ങനെ സെറ്റ് ചെയ്യുന്ന ഈ ബജറ്റ് ആണ് എന്ത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് നോക്കാം, ഐസോ കോസ്റ്റ് ലൈൻ ഷോ, അതെന്താ കാണിക്കുന്നത്, all combinations of labor and capital that can be purchased for given total cost. അയാളെ കൊണ്ട് പർച്ചേസ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന 2 ഇൻപുട്ടുകളാണ് ലേബറും ക്യാപിറ്റലും. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസർക്ക് വില്ലിംഗ് ആയിട്ടുള്ള, പ്രൊഡ്യൂസർക്ക് ഏബിൾ ആയിട്ടുള്ള ഇൻപുട്ടിന്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും, അതിന്റെ കോസ്റ്റ് വെച്ചിട്ടുള്ള ആ കോമ്പിനേഷൻസുകളെ കാണിക്കുന്ന ലൈനെയാണ് നമ്മൾ ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോമ്പിനേഷൻസുകൾ, അതും എങ്ങനെ ഈ പ്രൊഡ്യൂസർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും കോമ്പിനേഷൻസുകളെ വരയ്ക്കുന്നതാണ്, കൂട്ടി വരയ്ക്കുന്ന ലൈനാണ് എന്ത്, ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറയാം, നോക്കിയേ. An iso cost line show all combinations of labor and capital that can be purchased for a given total cost. കയ്യിലുള്ള ടോട്ടൽ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊഡ്യൂസർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ഒരു ഡിഫറെന്റ് കോമ്പിനേഷൻസുകളെ വരക്കുന്ന ലൈനാണ് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് പറയാം, C =
W ഇൻറ്റു എൽ പ്ലസ് ആർ ഇൻറ്റു കെ. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ആണ് ഡബ്ല്യു വേജ് റേറ്റ്, അതായത് ലേബറിന്റെ ചാർജ് ആണ് വേജ് എന്ന് പറയുന്നത്. ലേബറിന്റെ ചാർജ് ആയ വേജ്, അതായത് ലേബർ ഇൻറ്റു വേജ് പ്ലസ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റ്. ക്യാപിറ്റലിന്റെ കോസ്റ്റ് ആണ് റെന്റ് എന്ന് പറയുന്നത്. കെ ഇൻറ്റു ആർ, അതായത് റെന്റ് ഇൻറ്റു ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനും കൂടെ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് എന്ന് കിട്ടും. അപ്പം അയാളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേബർ ഇൻറ്റു വേജ് പ്ലസ് ക്യാപിറ്റൽ ഇൻറ്റു റെന്റ്. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. സെറ്റാണല്ലോ. ഈ ടോട്ടൽ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ കയ്യിലുള്ള ടോട്ടൽ കോസ്റ്റ്, അയാളുടെ ബജറ്റിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇയാൾക്ക് പ്രൊഡ്യൂസർക്ക് ചെലവാക്കാൻ പറ്റുന്ന ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ലേബറിന്റെയും ക്യാപിറ്റലിനെയും ഒരു ലൈനായിട്ട് കാണിക്കുന്നതിനെയാണ് ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. ഐസോ കോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി ഉപയോഗിച്ച്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ഷന് വേണ്ട ലേബറിന്റെയും ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസുകൾ കാണിക്കുന്നതാണ് ഐസോ കോണ്ട് എന്ന് പറയുന്നത്. ഇനി കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട് ഈ ലേബറിന്റെയും വേജിന്റെ അല്ലെങ്കിൽ ഇൻപുട്ടുകളുടെ ഡിഫറെന്റ് കോമ്പിനേഷൻസുകൾ കാണിക്കുന്നതാണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, രണ്ടും മാറിപ്പോകരുത്, രണ്ടും മറന്നു പോകരുത്. വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഇതാ ഇങ്ങനെ ആയിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു ലൈൻ ഉണ്ടാവുക. അതായത് ബജറ്റ് ലൈനാണ് ഇവിടെ കാണിക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ? ഇതാണ് ഐസോ കോസ്റ്റ് ലൈൻ. മാക്സിമം അയാളുടെ കയ്യിലുള്ള ഫുള്ള് പൈസയും ചെലവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് എ എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കിട്ടാം. ഇനി അപ്പൊ അവിടെ ഒന്നും ഉണ്ടാവില്ല, ലേബർ ഉണ്ടാവില്ല. ഇനി ഫുള്ള് പൈസ ചെലവാക്കിക്കൊണ്ട് ലേബർ മാത്രം, മെഷീനറി ഇല്ലാതെ ലേബറിനെ മാത്രമാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇതാ ബി എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ലേബർ മാത്രമായിട്ടും കിട്ടും. ഇങ്ങനെ രണ്ട് കോമ്പിനേഷൻസുകൾ, എക്സ്ട്രീം രണ്ട് കോമ്പിനേഷൻസുകൾ. ഇതാണ് അയാളുടെ ബജറ്റ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ എയും ബിയും. ഈ രണ്ട് ലൈനുകളെ, ഈ രണ്ട് പോയിന്റുകളെ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡിഫറെന്റ് സെറ്റ് ഓഫ് ബജറ്റിനെ കിട്ടും. കയ്യിലുള്ള കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ എമൗണ്ട് ഓഫ് ക്യാപിറ്റലും ഇത്ര എമൗണ്ട് ഓഫ് ലേബറും വെക്കാം. ഇനി കയ്യിലുള്ള കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഇത്ര ക്യാപിറ്റലും ഇത്ര ലേബറും വെക്കാം. ഇനി അതും അല്ലെങ്കിൽ കയ്യിലുള്ള കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര ക്യാപിറ്റലും ഇത്ര ലേബറും വെക്കാം. ഇങ്ങനെ ഏത് കോമ്പിനേഷൻസ് വേണമെങ്കിലും അയാൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ദ സ്ലോപ്പ് ഓഫ് ദ ഐസോ കോസ്റ്റ് ലൈൻ ഈസ് ദി റേഷ്യോ ഓഫ് ഇൻപുട്ട് പ്രൈസ്. ഇൻപുട്ട് പ്രൈസ് ആയിട്ടുള്ള, ഇൻപുട്ട് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെന്റ് ഉണ്ട്, അതാണ് ഇൻപുട്ട് പ്രൈസ്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ഈ പ്രധാനപ്പെട്ട 4 കോമ്പിനേഷൻസിനും അതിൻ്റെതായ എക്സ്പെൻസുകൾ ഉണ്ട്. ലാൻഡിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? റെന്റ് കൊടുക്കുന്നു. ഓക്കെ, നമ്മളിവിടെ റെന്റും വേജും ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് ലേബർക്ക് നമ്മൾ വേജ് കൊടുക്കുന്നു, ക്യാപിറ്റലിന് നമ്മൾ എന്തെടുക്കുന്നു? റെന്റ് കൊടുക്കുന്നു. ഈ രണ്ടുമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മളിവിടെ സ്ലോപ്പ് ആയിട്ട് എടുക്കുന്ന അപ്പൊ എന്തായിരിക്കും? ഇതിനകത്ത് വരുന്ന വേജ് ഡിവൈഡഡ് ബൈ റെന്റ് ആണ് നമുക്കിവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഐസോ കോസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇൻപുട്ട് പ്രൈസിന്റെ റേഷ്യോ ആണ്. ഇൻപുട്ട് പ്രൈസ് ലേബറിന്റെ വേജിന്റെയും ക്യാപിറ്റലിന്റെ റെന്റിന്റെയും തമ്മിലുള്ള റേഷ്യോനെയാണ്, തമ്മിലുള്ള ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഐസോ കോസ്റ്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് W ഡിവൈഡഡ് ബൈ R, അതല്ലെങ്കിൽ ഇൻപുട്ടിന്റെ പ്രൈസിനെയാണ്, റേഷ്യോ ഓഫ് ഇൻപുട്ട് പ്രൈസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ആസ് ടോട്ടൽ കോസ്റ്റ് സി, സപ്പോസ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് സി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ ഐസോ കോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങനെ? ഐസോ കോസ്റ്റ് ലൈൻ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുന്നത്? ഐസോ കോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് പാരലൽ, സ്ലോപ്പ് അൺചേഞ്ച്ഡ് ആയിരിക്കും. അതായത്
ടോട്ടൽ കോസ്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? വേജ് ഇൻറ്റു എൽ പ്ലസ് റെന്റ് ഇൻറ്റു റെന്റ് ഇൻറ്റു കെ. വേജ് ഇൻറ്റു എല്ലും റെന്റ് ഇൻറ്റു കെയും. ഇതാണല്ലോ ഇക്വേഷൻ. ഇവിടെ ഈ ടോട്ടൽ കോസ്റ്റിനകത്ത്, അതായത് ഇത് രണ്ടിനകത്ത് മാറ്റം വന്ന് ടോട്ടൽ കോസ്റ്റ് കൂടിയെന്ന് വെക്കാം. ടോട്ടൽ കോസ്റ്റ് കൂടിയാൽ ഈ ഐസോ കോസ്റ്റ് ലൈൻ എന്ത് ചെയ്യും? നേരെ മേലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പാരലൽ ആയിട്ടായിരിക്കും ഷിഫ്റ്റ് വരിക. നേരത്തെ ഉണ്ടായ ഐസോ കോസ്റ്റ് ലൈന് എന്താണോ അതിന് പാരലൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. ഇനി കോസ്റ്റ് അങ്ങ് കുറഞ്ഞു, ടോട്ടൽ കോസ്റ്റ് അങ്ങ് കുറഞ്ഞു എന്ന് വെക്കുക. എന്ത് ചെയ്യും? പാരലൽ ആയിട്ട് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നേരെ അങ്ങ് ലൈൻ അടക്കം ഫുള്ളായിട്ട് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്യുക. അതാണ് ടോട്ടൽ കോസ്റ്റിനകത്തായ സിക്കകത്താണ് ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഐസോ കോസ്റ്റ് ലൈൻ ഷിഫ്റ്റ് പാരലൽ. സ്ലോപ്പിനകത്ത് മാറ്റം ഉണ്ടാവില്ല, സെയിം സ്ലോപ്പിൽ തന്നെ പാരലൽ ആയിട്ട് പുതിയൊരു ലൈനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയല്ല എന്ന് വെക്കുക. സപ്പോസ് വേജ് റേറ്റ് മാത്രമാണ് മാറണമെന്ന് വെക്കുക. വേജ് റേറ്റ് റൈസ് ആയി കഴിഞ്ഞാൽ, വേജ് റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ദ ഐസോ കോസ്റ്റ് ലൈൻ എന്തായി മാറും? സ്റ്റീപ്പർ ആയിട്ട് മാറും. ഐസോ കോസ്റ്റ് ലൈന് സ്റ്റീപ്പർ ആയിട്ട് മാറും. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതാണ് ഒരു കണ്ടീഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞു. ഇനി വേജിനകത്ത് മാറ്റം വന്നു കഴിഞ്ഞാൽ, വേജ് കൂടിയാൽ ഐസോ കോസ്റ്റ് ലൈൻ സ്റ്റീപ്പർ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് റൊട്ടേറ്റ് ഇൻവാർഡ് ഓൺ എൽ ആക്സിസ്. എൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലേബറിന്റെ ആക്സിസിനകത്ത് ഉള്ളിലേക്ക് ഒരു ചേഞ്ച് വരും. ഇപ്പൊ എന്തായി മാറി? ഉള്ളിലേക്ക് പോകുന്നു. ഈ ബിയിൽ നിന്നും ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോരും. എങ്ങനെ ഉള്ളിലേക്ക് പോരുന്നത്? ലേബറിന്റെ ചാർജ് കൂടിക്കഴിഞ്ഞാൽ, ലേബറിന്റെ വേജ് കൂടിക്കഴിഞ്ഞാൽ കമ്പനി പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ലേബേഴ്സിനെ കമ്പനിയിൽ നിന്നും പിരിച്ചുവിടും. ലേബേഴ്സിന്റെ എണ്ണം കുറക്കും. ലേബേഴ്സിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ലേബർ എങ്ങോട്ട് പോരും? ഗ്രാഫിനകത്ത് ഉള്ളിലേക്ക് വരും. ഇത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ ലൈനേക്കാൾ സ്റ്റീപ്പർ ആയില്ലേ, കുത്തനുള്ളതായില്ലേ. ഇപ്പം A-B1 എന്ന് പറയുന്ന ലൈന് AB-യേക്കാൾ സ്റ്റീപ്പർ അല്ലേ A-B1 എന്ന് പറയുന്നത്. ഇനി ലേബർ അങ്ങ് കുറഞ്ഞു നോക്കുക. ലേബറിന്റെ വേജ് അങ്ങ് കുറഞ്ഞു. ഇവിടെ വേജ് കൂടിയതാണ് ഉള്ളത്. സപ്പോസ് ലേബറിന്റെ വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? കൂടുതൽ ലേബറിനെ വെച്ചിട്ട് എംപ്ലോയ്മെന്റ് കൊടുക്കും. അപ്പൊ ലേബറിനെ കൂടുതൽ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും? ലേബറിന്റെ ഗ്രാഫ് പുറത്തോട്ട് വരും. അപ്പൊ എന്തായി മാറും? ഫ്ലാറ്റ് ആയിട്ട് മാറും. ഈ ചെരിവ് എന്ത് ചെയ്ത് ഇതിലേറെ കുറഞ്ഞു. ഇവിടെ B2 എന്ന് പറയുന്ന ലൈനിലോട്ട് എത്തി നോക്കാം. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ലേബറിനകത്ത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ലേബറിന്റെ വേജ് ഇൻക്രീസ് ചെയ്താൽ ആ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? കുറെ ലേബേഴ്സിനെ പിരിച്ചുവിടും. കാരണം തോനെ വേജ് കൊടുക്കണ്ടേ. അപ്പൊ ലേബേഴ്സിന്റെ എണ്ണം കുറയും. ലേബേഴ്സിന്റെ എണ്ണം കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഉള്ളിലേക്ക് പോരും. വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? കൂടുതൽ എംപ്ലോയീസിനെ കൊണ്ടുവരും. അപ്പൊ കൂടുതൽ എംപ്ലോയീസിന്റെ എണ്ണം കൂടുമ്പോൾ ലേബർ എന്ത് ചെയ്യും? പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി സെയിം മാറ്റം തന്നെ എവിടെ ഉണ്ടാവാ? ദ റെന്റൽ റേറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് നോക്കുക. ക്യാപിറ്റലിന്റെ റെന്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ B. സപ്പോസ് ക്യാപിറ്റലിന്റെ റെന്റ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അങ്ങ് കുറക്കാൻ നോക്കും. ലൈന് ബിക്കം ഫ്ലാറ്റർ ആയി മാറും. റൊട്ടേറ്റ് ഇൻവാർഡ് ഓൺ ദി കെ ആക്സിസ്, അല്ലെങ്കിൽ വൈ ആക്സിസിനകത്തുള്ള കേക്കകത്ത് എന്ത് സംഭവിക്കും? ലേബർ ക്യാപിറ്റലിന് കൂടുതൽ റെന്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറച്ചിട്ട് മെഷീൻസിന്റെ എണ്ണം കുറച്ചിട്ട് ലേബേഴ്സിനെ കൂട്ടാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യും? മെഷീൻസിന്റെ എണ്ണം കുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാണ്? മെഷീന് താഴോട്ട് ഇറങ്ങുക. ഇവിടെയുള്ള എയിൽ നിന്നും A1 ആയിട്ട് കുറയും. അപ്പൊ ഇതുണ്ടോ താഴോട്ട് പോന്നു. അപ്പൊ എന്തായി മാറി? ഇതല്ലേ കുത്തനെ കൂടുതൽ, ഇതൊന്നുകൂടി ഫ്ലാറ്റ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. ഇനി മെഷീൻസിന്റെ റെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതൽ മെഷീൻ വാങ്ങും. അപ്പൊ A2 ആയിട്ട് മേലോട്ട് പോകും. അപ്പൊ എന്തായി മാറും? ഒന്നുകൂടി സ്റ്റീപ്പർ ആയിട്ട് മാറും. ഇവിടെ ഒന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. രണ്ട് കണ്ടീഷനും ഓർത്തു വെക്കണം. If the rental rate R rises, R കൂടിക്കഴിഞ്ഞാൽ the iso cost line become എന്തായി മാറും? ഫ്ലാറ്റർ ആയി മാറും. എങ്ങനെയാണ് ഫ്ലാറ്റർ ആവുന്നത്? അത് താഴോട്ട് പോരും. ഐസോ കോസ്റ്റ് ലൈന് താഴോട്ട് ഇറങ്ങും. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യും? റൊട്ടേറ്റ് ഇൻവാർഡ് ഓൺ ദി കെ ആക്സിസ്. കെ ആക്സിസ് മീൻസ് വൈ ആക്സിസിൽ കാണിക്കുന്ന ക്യാപിറ്റൽ. ക്യാപിറ്റലിന്റെ ആക്സിസിൽ അതെന്ത് ചെയ്യും? ഇൻവാർഡ് മൂവ്മെന്റ് ഉണ്ടാക്കും. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റ് അല്ലേ? ആ ഒരു ചേഞ്ച് മനസ്സിലായി? ഐസോ കോസ്റ്റ് ലൈനിൽ വരുന്ന മാറ്റം എന്താന്നുള്ളത്.
സെറ്റാണല്ലോ. ഇത് ഡൗട്ട് അടിക്കരുത് കേട്ടോ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഡൗട്ട് അടിച്ച് പോകരുത്, കാരണം ഡൗട്ട് അടിച്ച് കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ഐസോ കോണ്ടും ഐസോ കോസ്റ്റും മാറിപ്പോവും, അതുണ്ടാവരുത്. ഓക്കെ ആണല്ലോ. നോക്കാം. ഐസോ കോസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോ കോസ്റ്റ് ലൈനിൽ എന്താ കാണിക്കണത്? ഈ പ്രൊഡ്യൂസറുടെ ഒരു ബജറ്റ് സെറ്റ് വെക്കും. പ്രൊഡ്യൂസറുടെ ഒരു എക്സ്പെൻസ് ലിമിറ്റ് ഉണ്ടാവും, അയാൾക്ക് ചെലവാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ കയ്യിലുള്ള 2 ഇൻപുട്ടുകൾ നമ്മൾ എടുക്കുന്നു, ലേബറും ക്യാപിറ്റലും. ഈ 2 ഇൻപുട്ടിനെയും ഇയാളുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് അയാൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതിന്റെ ഡിഫറൻറ്റ് കോമ്പിനേഷൻസുകളാണ് ഐസോ കോസ്റ്റിനകത്ത് കാണിക്കുന്നത്. ഇതെന്താണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്? ഈ ലേബറും മെഷീനും ഇയാളുടെ കോസ്റ്റ് ആണ്, പ്രൊഡ്യൂസറുടെ ചെലവാണ്. അതുകൊണ്ടാണ് ഐസോ കോസ്റ്റ് എന്ന് കാണിക്കുന്നത്. ഇനി അങ്ങനെയുള്ള ഐസോ കോസ്റ്റ് ലൈനിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വേജ് ഡിവൈഡഡ് ബൈ റെന്റ് ആണ്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു വേജ് ഡിവൈഡഡ് ബൈ ലെന്റ് ആണ്. വേജ് ഡിവൈഡഡ് ബൈ റെന്റ് ആണ്. ഇനി ഐസോ കോസ്റ്റ് ലൈനിൽ ചേഞ്ചസുകൾ ഉണ്ടാവുക 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. 3 അല്ല, ടോട്ടൽ 5 പോസിബിലിറ്റീസ് ആണുള്ളത്. 6 ഓക്കെ. ഒന്നെന്ന് പറഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താൽ ആ ഒരു കർവ് തന്നെ എന്ത് ചെയ്യും? പാരലലി മൂവ് ചെയ്യും, മേലേക്ക് മൂവ് ചെയ്യും. ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബറും ക്യാപിറ്റലും ഒരുമിച്ച് ഇൻക്രീസ് ആയി. അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു? അയാളുടെ ബജറ്റ് ലൈന് മേലേക്ക് പോയി. ഇനി ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഡൗൺവാർഡ് ചെയ്യും, താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ചേഞ്ച് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് പാരലൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഉണ്ടാവുക. അവിടെ സ്ലോപ്പിനകത്ത് മാറ്റം ഉണ്ടാവില്ല, സ്ലോപ്പ് സെയിം ആയിരിക്കും. അതാണ് കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ എടുത്ത് നോക്കാം. ലേബറിനകത്താണ് മാറ്റം വരുന്നത് നോക്കാം. ലേബറിന്റെ കോസ്റ്റ് കൂടി എന്ന് വെക്കുക. ലേബറിന്റെ കോസ്റ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേജ് കൂടിയാൽ എന്ത് ചെയ്യണം? തോനെ പൈസ ലേബറിന് കൊടുക്കണം. തോനെ ലേബറിന് വേജ് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? കമ്പനിയിൽ നിന്ന് ലേബേഴ്സിനെ പിരിച്ചുവിടും. ലേബേഴ്സിനെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബേഴ്സിന്റെ എണ്ണം കുറയും. ലേബേഴ്സിന്റെ എണ്ണം കുറയുമ്പോൾ ആ കർവ് ലേബറിന്റെ എക്സ് ആക്സിസിനകത്ത്, അതായത് എൽ ആക്സിസിനകത്ത് ഉള്ളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഈ മൂവ്മെന്റ് ഉള്ളിലേക്ക് വന്നത്. ഇനി ലേബറിന് എന്തെങ്കിലും ചീപ്പായി നോക്കുക. വേജ് അങ്ങ് കുറഞ്ഞു. വേജ് കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ലേബേഴ്സിനെ അയാൾ കമ്പനിയിൽ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ എന്ത് ചെയ്യും? ലേബേഴ്സിന്റെ എണ്ണം കൂടും. ലേബേഴ്സിന്റെ എണ്ണം കൂടുമ്പോൾ അതെന്ത് ചെയ്യും? പുറത്തേക്ക് ഔട്ട്വാർഡ് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി നേരെ അടുത്തത് ക്യാപിറ്റലിന്റെ കണ്ടീഷൻ. ക്യാപിറ്റലിന്റെ എന്താണ്? റെന്റ് ആണ് അവിടെ പ്രൈസ് ആയി കൊടുക്കുന്നത്. അപ്പൊ റെന്റ് കൂടിയാൽ ക്യാപിറ്റൽ എക്സ്പെൻസ് കൂടും. അപ്പൊ എന്ത് ചെയ്യും? അയാൾ മെഷീനറികൾ കുറച്ച് വിറ്റ് ഒഴിവാക്കാൻ നോക്കുക. അങ്ങനെ എന്ത് ചെയ്യും? മെഷീനറിയുടെ എമൗണ്ട്, ക്യാപിറ്റലിന്റെ എമൗണ്ട് കുറയും. ക്യാപിറ്റൽ എന്ത് ചെയ്യും? താഴോട്ട് ഇറങ്ങും. ഓക്കെ, ഇൻവാർഡ് ഷിഫ്റ്റ് ഉണ്ടാവും. എവിടെ സംഭവിക്കുന്നത്? കെ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിലുള്ള ക്യാപിറ്റലിന്. ഇനി റെന്റ് എന്ത് ചെയ്തു? റെന്റ് കുറഞ്ഞു നോക്കാം. റെന്റ് കുറയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരാൻ നോക്കും. അങ്ങനെ കൂടുതൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ഇതെന്ത് ചെയ്യും? പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതെന്ത് ചെയ്യും? നേരെ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഉള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ലേബർ ഉള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റീപ്പർ ആവുന്നു. ലേബർ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലാറ്റർ ആവുന്നു. ഇനി ക്യാപിറ്റൽ ഉള്ളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലാറ്റർ ആവുന്നു. ക്യാപിറ്റൽ പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റീപ്പർ ആകുന്നു. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക മക്കളെ. റെഡി ആണല്ലോ.